ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഏഴു വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഏഴു വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. അത് ആരടയ്ക്കുത്? നീ അടച്ചാൽ അത് തുറക്കുവതാര്? നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്? നീ അടച്ചാൽ അത് തുറക്കുവതാര്? ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മോടി ശിരസതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദൂതസഞ്ചയത്തിനാരാധ്യൻ ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. ദൂതസഞ്ചയത്തിനാരാധ്യൻ ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുമേ സർവ മുഴങ്കാലും എല്ലാ നാവും പാടിടും നിന്നെ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മോടി ശിരസതിൽ ധരിച്ച് ഏഴു പൊൻനില വിളക്കുകളിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. മുൾമൂടി ചൂടിയ ശിരസിൽ നാൾ പൊന്മൂടി ചൂടി തന്റെ എഴുന്നള്ളി വരുമേ. നാൾ പൊന്മൂടി ചൂടി തന്റെ എഴുന്നള്ളി വരുമേ. ഭാഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും അതിന്റെ വരവിൽ. ഭാഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താറിന്റെ വരവിൽ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ വഹിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. മുൾമൂടി ചൂടിയ ശിരസിൽ നാൾ പൊന്മൂടി ചൂടി താൻ എഴുന്നള്ളി വരുമേ. മുൾമൂടി ചൂടിയ ശിരസിൽ നാൾ പൊന്മൂടി ചൂടി താൻ എഴുന്നള്ളി വരുമേ. ഭാഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താറിന്റെ വരവിൽ. അമ്മേ. ഭാഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താറിന്റെ വരവിൽ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ വഹിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord. We praise you, Lord. Thank you, Lord. Thank you, Lord. Amen. സമയത്ത് ലോർഡ് ജീസസ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ലോർഡ് ജീസസ് ദൈവമാതാവേ
കർത്താവെ ഞങ്ങൾക്ക് ലോർഡ് ജീസസ് ആരാധിക്കുവാനും ദൈവം കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നപ്പ. അങ്ങേ ലോർഡ് ജീസസ് കാണുവാനപ്പച്ച, അങ്ങേ അടിങ്ങൾക്ക് മനസ്സിലെ ലോർഡ് ജീസസ് ധ്യാനിപ്പാനപ്പച്ച. കർത്താവേ നിങ്ങളെ സഹായിച്ചതിന് നന്ദിയപ്പ. അങ്ങ് മഹത്വത്തിന് യോഗ്യന ലോർഡ് ജീസസ്. അങ്ങ് ലോർഡ് ജീസസ് സർവ്വ മഹത്വത്തിന് യോഗ്യനപ്പ. അങ്ങ് സ്തുതിക്കുന്നപ്പ, അങ്ങ് സ്തുതിക്കുന്നപ്പ, അങ്ങ് സ്തുതിക്കുന്നപ്പ. അങ്ങ് ലോർഡ് ജീസസ് ആയിരിക്കുന്നത് പോലെ അടിങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനപ്പ. അടികൾ ഹൃദയങ്ങളെ ലോർഡ് ജീസസ് കർത്താവേ മനസ്സുകളെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ മാനമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നപ്പ. യേശുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പ്രിയ സർവിനെ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവും നമ്മുടെ കർത്താവിനെ വാഴ്ത്തി പാടുവാനായിട്ട് പ്രിയ കുഞ്ഞിനെ ദൈവം സഹായിച്ചു. തുടർന്ന് അനേക കൂട്ടായ്മകളിൽ കർത്താവ് ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ ഇനി സമയം ഒട്ടും മുന്നോട്ട് വിടുന്നില്ല. ജോയ്സ് ആന്റിയെ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടോ? കേക്കാറ്റി. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സായങ്കാല സമയത്ത് ദൈവമക്കളോട് ഒരുമിച്ച് അപ്പന്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി സ്തോത്രം. ഇങ്ങനെ ഒരു ഗ്രൂപ്പിനകത്ത് എന്റെ സാക്ഷ്യം പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഉച്ചയായപ്പോഴാണ് ജോയ് സിസ്റ്റർ എന്നെ പെട്ടെന്ന് വിളിക്കുവാൻ തക്കൊണ്ടോടെയായി തന്റെ അമ്മയെ പറ്റി ഒന്ന് പറയാമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വചനം വായിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. യഹോവയെ സ്തുതിക്കുവാനോ അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലായി സ്തോത്രം ചെയ്യുന്നു. എന്റെ അമ്മയെ പറ്റി പറയുവാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അമ്മ 89 years ആയി. എന്നാൽ അമ്മ എന്റെ പിതാവിനെ ഞാൻ തന്നെയാണ് നോക്കിയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ദർശനം കണ്ടു. അതിൻ പ്രകാരമാണ് എന്റെ മാതാപിതാക്കന്മാരെ ഞാൻ നോക്കുവാൻ തീരുമാനിച്ചത്. ദൈവാത്മാവ് ഒരു ദിവസം ഒരു ദർശനം കാണിച്ചു. മാതാപിതാക്കന്മാരിങ്ങനെ കൈ പിടിച്ചിങ്ങനെ നടന്നു പോകുന്ന എല്ലാ ഡോറും അടഞ്ഞു. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ദർശനം കണ്ടു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, നമുക്ക് മാതാപിതാക്കന്മാരെ നമ്മൾക്ക് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങളോട് വേറെ ആരും പറഞ്ഞില്ല. എന്റെ മൂത്ത ബ്രദറുണ്ട്, അവനാണ് മാതാപിതാക്കന്മാരുടെ സകല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം മൂലമാണ് എന്റെ മാതാപിതാക്കന്മാരെ നോക്കുവാൻ തീരുമാനിച്ചത്. ആരും പറഞ്ഞിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. പിതാവിനെ ഞാൻ 1.25 വർഷക്കാലം ഒരു വീഴ്ചയിൽ കൂടി പിതാവ് ബെഡ് റിഡൻ ആയി. അങ്ങനെ 1.25 വർഷക്കാലം എന്റെ പിതാവിനെ നോക്കുവാൻ ദൈവം സഹായിച്ചു. 2020 എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ മാതാവ് ഒറ്റയ്ക്കായി. കുറച്ചു നാളൊക്കെ മാതാവ് ഒറ്റയ്ക്ക് നിന്നു. എങ്കിലും കൂടെ ഞങ്ങൾ പോയി ആഹാരം വെച്ച് കൊടുക്കി, ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് മകന്റെ അടുത്തോട്ട് പോകുവാൻ ഒരു ക്രമീകരണം ദൈവം സഹായിച്ചു. UK കടന്നുപോയി. 6 മാസക്കാലം മാതാവ് മകനോട് ഒരുമിച്ച് സന്തോഷിച്ചിരിക്കുവാൻ തക്കോടുകൂടിയായി. അത് കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബാംഗ്ലൂരിലോട്ട് കടന്നു വന്നു. എന്നോടൊപ്പം ഒരു ഒന്നര ആഴ്ച വന്ന സമയത്ത് എന്നോടൊപ്പം 1.5 ആഴ്ച കാലം നിന്നു. ഞാൻ പറഞ്ഞു, അമ്മേ പോകല്ലേ, ഇവിടെ നിന്നോ. അപ്പൊ അമ്മ പറഞ്ഞു, വണ്ടി ഓടുന്നവരെ വണ്ടി ഓടട്ടെ, കുറച്ച് ദിവസത്തോടെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പെട്ടെന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന്, ഇപ്പൊ 3.5 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്, പെട്ടെന്ന് ഒരു അമ്മയ്ക്ക് ഒരു ശാരീരിക പ്രയാസം രാത്രി 2 മണിയായപ്പോ വന്നു. ഞങ്ങളുടെ വീടും അമ്മയുടെ വീടുമായിട്ട് ഇച്ചിരി ദൂരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പൊ രാത്രി 2 മണിയായില്ലേ, വെളുപ്പിനെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വന്ന് അമ്മയെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പിനെ അമ്മയ്ക്ക് ഒട്ടും ശരീരത്തില് പ്രയാസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അയൽവാസികളെ വിളിച്ച് അമ്മ ഫോൺ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അച്ഛൻ പോയി ബൈക്കേലാ കൊണ്ടുവന്ന് ബൈക്കേൽ ഇരുത്തി മാതാവിനെ കൊണ്ടുവന്നു. അന്ന് ഉച്ചയായപ്പോ അമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോ റൈറ്റ് സൈഡ് തളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആ നിമിഷം തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് കഴിഞ്ഞപ്പോ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ പോയപ്പോ മാതാവ് നല്ല ആത്മീയ കാര്യത്തിൽ ഭയങ്കര ഒരു ധീരതയായ ഒരു സ്ത്രീയാണ്. ദൈവത്തിന് സ്തോത്രം. മാതാവ് കൊച്ചു പ്രായം മുതൽ ദൈവത്തെ ഭയങ്കരമായി ആരാധിക്കുകയും ദർശനങ്ങൾ വെളിപ്പാടുകളൊക്കെയും കാണുകയും അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ച് പറയുകയും പ്രവചന
ശുശ്രൂഷയൊക്കെ ഉള്ള ഒരു മാതാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു മാതാവായിരുന്നു. ഞങ്ങൾ അന്ന് തൊട്ട് ഈ മാതാവിന്റെ നല്ല നല്ല ഗുണങ്ങൾ കണ്ടു വന്ന മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ ആശുപത്രി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കാ കുഴപ്പമൊന്നും, മോക്കാൻ തോന്നല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ കളിയാക്കി എന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഇങ്ങനെ സംഭവിച്ചു, ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ട കാര്യമാണ്. ഭവനത്തിൽ വന്നു. എനിക്ക് 2-3 ദിവസം ആയപ്പോൾ മാതാവിനെ വീണ്ടും ഒരു ചെക്കപ്പിനോട്ട് ചെറിയൊരു ക്ലിനിക്കിലോട്ട് ഞാൻ കൊണ്ടുപോയി. അവിടെ ഡോക്ടേഴ്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു സൈഡ് സ്ട്രോക്ക് ആയിട്ടുണ്ടല്ലോ, തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയി എന്ന്. അവർ MRI എഴുതി തന്നു. അങ്ങനെ MRI എടുത്തു. നോക്കിയപ്പോൾ ഏകദേശം ഒരു 8-10 സ്ഥലത്തിന്റെ അടുത്ത് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആയി കിടക്കും. അത് കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ട്രോക്ക് വന്നു. ഏകദേശം റൈറ്റ് സൈഡ് തലയുടെ ഭാഗം പകുതിയോളം ക്ലോട്ട് ആയി പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. 3 വർഷക്കാലം ഞങ്ങളോടൊപ്പം മാതാവ് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞങ്ങളൊരു അമ്മയും മക്കളും പോലെയല്ലോ, ഫ്രണ്ട്സുകളെ പോലെയാണ്. ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരുടെ പേരൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ അഭിനയിക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരുടെ പേര് പറയുമ്പോൾ ഞാനിങ്ങനെ രജിയാണ്, ഞാനിങ്ങനെ റോസമ്മയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് അഭിനയിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സന്ധ്യമാകുമ്പോൾ ഞങ്ങളിങ്ങനെ സംഭാഷണങ്ങളൊക്കെ നടത്തും. അമ്മയ്ക്ക് ആ സമയങ്ങളിലൊക്കെ ഒത്തിരി കുസൃതി കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ദേഷ്യമാണ്. ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് തന്നെ അറിയത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നതാണ് അവരുടെ ആ ബ്രെയിൻ അത്രമാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അമ്മയെ എന്നെ ഒരുപാട് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചെന്നാ ഒന്നും ചെയ്യുന്നില്ല. ദൈവമക്കളെ, എൻ്റെ മാതാവ് അല്ലയോ, നമ്മൾ വളരെ സഹിഷ്ണുതയോടെ നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ അടിക്കും, എൻ്റെ തലയിലെ മുടിയെല്ലാം പിടിച്ച് വലിച്ച് എന്നെ ബാത്റൂമിനകത്ത് ഇടുമെങ്കിലും ഞാൻ സഹിഷ്ണുതയോടെ വളരെ സ്നേഹത്തോടെ അമ്മയെ പിടിച്ച് അങ്ങനെ ഞങ്ങൾ കുളിപ്പിച്ച് അങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെ ഞങ്ങൾ ചെയ്യുമോ അതുപോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവൻ വളരെ അനുകൂലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ അമ്മയും മരുമോനെന്നുള്ള രീതിയിലല്ല, ഒരു അമ്മയും മകനെന്നുള്ള രീതിയിലായിരുന്നു. എന്നോടൊപ്പം എൻ്റെ അച്ഛൻ വളരെ സഹിഷ്ണുതയോടെ എന്നോടൊപ്പം സഹകരിക്കുമായിരുന്നു. ഞാൻ അമ്മയെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അച്ഛൻ അമ്മയുടെ തുണികളെല്ലാം കൊണ്ടുപോയി കഴുകി ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അനേകം ഇത് കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ എല്ലാവരും പറയും, ദൈവത്തിന് സ്തോത്രം, രാജു ബ്രദർ ഇത്രമാത്രം ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ലോ എന്നൊക്കെ പറയുമെങ്കിലും ദൈവത്തിന് സ്തോത്രം. മക്കളായ നമ്മൾ ചെയ്യേണ്ട കടമകൾ ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാതാപിതാക്കന്മാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല ഒരു ആഹാരത്തിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒത്തിരി മാതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ പൊങ്ങച്ചം പറയൂല ദൈവമക്കളെ, ഞാൻ അക്ഷരാർത്ഥത്തിൽ ചെയ്ത കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒത്തിരി മാതാക്കൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വരികയും നല്ലപോലെ ആഹാരം കഴിക്കുകയും നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ദൈവം ഒരു ബർഡൻ തന്നിട്ടുണ്ട്. മാതാപിതാക്കന്മാരെ കരുതുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി മാതാക്കളെ എനിക്ക് കരുതുവാനൊക്കെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മാതാവ് ഉള്ളപ്പോൾ തന്നെ വേറെ ഒരു മാതാവിനെ ഒരു മാസക്കാലം ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇരുത്തി ഞങ്ങൾ നോക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദി. അതെല്ലാം ദൈവമാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഏകദേശം ഡിസംബർ അവസാനമായപ്പോൾ ശാരീരിക ക്ലേശത്തിൽ കൂടി കടന്നുപോയി. ഒരു 7 ദിവസക്കാലം ആശുപത്രിയിൽ ICUവിൽ യൊക്കെ കടന്നു വന്നു. അങ്ങനെ ഒരു 1 മാസക്കാലം മകനോട് ഒരുമിച്ച് മാതാവ് സന്തോഷിച്ചു. പിന്നെയും മാതാവിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിച്ചു. മാതാവ് ഏകദേശം ഒരു ജാനുവരി അവസാനം വരെ ആരോഗ്യത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞ് മകൻ മടങ്ങിപ്പോയിപ്പോ വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ്
കഴിഞ്ഞപ്പോൾ വീണ്ടും ഫെബ്രുവരിയിൽ ശാരീരിക ക്ലേശത്തിൽ കൂടി കടന്നുപോയി. ഡോക്ടേഴ്സ് പറഞ്ഞു, വിധി എഴുതി, ഇനി മാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ആ സ്റ്റേജിലോട്ട് ആയി. അവര് പറഞ്ഞു മാതാവ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ വലിയ വായിലൊക്കെ ഒത്തിരി കഴിഞ്ഞ ദൈവമക്കൾ എന്തെന്തോ ചോദിച്ചാൽ ഈ ഭൂമിയിൽ കുറച്ചു നാളും കൂടി എൻ്റെ മാതാവിനെ ലഭിച്ചെങ്കിൽ നന്നായി നോക്കാമായിരുന്നൊക്കെ എൻ്റെ മനസ്സിനകത്ത് ആഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഫെബ്രുവരിയിൽ അങ്ങനെ മാതാവ് വീണ്ടും മാതാവ് ഒരു ജീവൻ പ്രാപിച്ച് വീണ്ടും ഭവനത്തിൽ കടന്നു വന്നു. 2 ദിവസം മാത്രം പിന്നെ ഭവനത്തിലിരുന്നു. വീണ്ടും ആശുപത്രിയിലോട്ട് പോയി. 3ാമത് ആശുപത്രിയിൽ കടന്നു കഴിഞ്ഞപ്പോൾ മാതാവിന്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങള് പ്രയാസങ്ങൾ കൂടി കയറി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്തുന്നു. ആ ഡോക്ടേഴ്സൊക്കെ ഫെബ്രുവരി അവസാനത്തോടുകൂടി ഡോക്ടേഴ്സ് പറഞ്ഞു മാതാവ് കൂടി വന്ന ഒരു 15 ദിവസക്കാലം ജീവിച്ചിരിക്കും, അത് കഴിയുമ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെടും. നീ ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും. ആ സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുവന്നു. അന്ന് മുതൽ മാതാവിന്റെ ഒത്തിരി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ജനങ്ങൾ കടന്നു വരികയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു ഭവനത്തിനകത്ത് ഇത്രമാത്രം ജനങ്ങൾ കടന്നു വരുമോന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. ദൈവമക്കൾ, അത്രമാത്രം ജനങ്ങൾ കടന്നു വരികയും പാട്ടും പ്രാർത്ഥനയും ഒരു 10-20 ദിവസക്കാലം ഭവനത്തിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എൻ്റെ മാതാവ് മരിച്ചത്. അതിന്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച ഇതേപോലെ വലിയൊരു ശാരീരിക ക്ലേശം വന്നു. മാതാവ് വ്യാഴാഴ്ച ഒരു സന്ധ്യമായപ്പോൾ 6:30 ആയപ്പോൾ മാതാവിന്റെ ശ്വാസം നിന്നു. ഒരു 10-20 മിനിറ്റ് കാലം ശ്വാസം നിന്നു. ദൈവമക്കളെ, ഞാനപ്പോൾ വിചാരിച്ചു മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് പാട്ടും പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക, ദൈവജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു മരിച്ചെന്ന്. അപ്പോഴത്തേക്ക് ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഞാൻ ആരെയും വിളിച്ചില്ല. ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് വീണ്ടും ഒരു ജമ്പ് മാതാവിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെന്ന് പറഞ്ഞ ഒരാഴ്ചക്കാലം മാതാവ് ഇങ്ങനെ വളരെ ബെഡയിലാണെങ്കിലും മാതാവ് ആരോടോ ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. മാതാവ് ഇങ്ങനെ ഭിത്തിയുടെ സൈഡിലോട്ട് നോക്കി ആരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ നിന്ന് ധാരധാരിയായി കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. അത് നമുക്കറിയത്തില്ല. ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു ആ മാതാവ് ഒരാഴ്ചക്കാലമായിരുന്നത്. മകൻ പെട്ടെന്ന് കടന്നു വന്നു. ശനിയാഴ്ച വൈകിട്ട് കടന്നു വന്നു. ഞായറാഴ്ച രാവിലെ അതിരാവിലെ മാതാവ് എഴുന്നേറ്റുടനെ ഞങ്ങളുടെ ഭവനത്തിന് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞാണ് എഴുന്നേറ്റത്. മാതാവ് കണ്ണു തുറന്നത്. ആ കുഞ്ഞിനെ നോക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ കുഞ്ഞിന് ഞങ്ങളോടൊപ്പം 3 മാസം കൊണ്ട് ഞങ്ങളോടൊപ്പം ആയിരുന്ന കുഞ്ഞാണ്. ഇപ്പൊ 7 വർഷക്കാലം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ആ കുഞ്ഞുമായിട്ട് ഒരു നിമിഷം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ മകനെ കാണണമെന്ന് പറഞ്ഞു, മരുമകളെ കാണണം, മരുമകനെ കാണണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശയായിട്ട് പറഞ്ഞു ഇവരെയൊക്കെ കാണണം, മകളെ കാണണ്ടേന്ന് ചോദിച്ചു. അപ്പൊ മാതാവ് എപ്പോഴും ഒത്തിരി സ്നേഹിക്കുന്നത് മരുമകനെ ആയിരുന്നു. എൻ്റെ അച്ഛനെ ആയിരുന്നു ഒത്തിരി സ്നേഹിക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും രാജുവിനോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു. അത്രയ്ക്കൊരു സ്നേഹബന്ധമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്തുന്നു. കഴിഞ്ഞ വേഴ അങ്ങനെ ഒരാഴ്ചക്കാലം മകനും മക്കളുമായിട്ട് ഇങ്ങനെ സംഭാഷണത്തിലായിരുന്നു. അമ്മ ഞായറാഴ്ച കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച രാവിലെ കാലം പറഞ്ഞു എനിക്ക് ഒരുങ്ങണം, എന്നെ പെട്ടെന്ന് കുളിപ്പിക്കുക, എനിക്ക് പുതിയ വസ്ത്രങ്ങൾ ഇടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്ന പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടിപ്പിച്ച് മാതാവിനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴ ഈ 5 ദിവസക്കാലം മാതാവ് ഡെയിലി രാവിലെ 5 മണിയാവുമ്പോ എഴുന്നേക്കും, കണ്ണു തുറക്കും. അതുവരെയും കണ്ണു തുറക്കത്തില്ല. 5 മണിയാവുമ്പോ കണ്ണു തുറക്കും. ഞങ്ങൾ പ്രഭാത പ്രാർത്ഥന പാട്ടുപാടി പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോ അമ്മ പറയും എന്നെ പെട്ടെന്ന് ഒരുക്കാൻ പറയും. അത് കഴിയുമ്പോ അമ്മ ഭിത്തിയിലോട്ട് ഇങ്ങനെ നോക്കി ദൈവമായിട്ടുള്ള സംഭാഷണ ദൂതന്മാർ കടന്നു വരുന്ന എനിക്കറിയത്തില്ല എന്തൊക്കെ. ഞങ്ങൾ ഒത്തിരി ചോദിച്ചു അമ്മ എന്തുവാ കാണുന്നേ, അമ്മ യേശുപ്പച്ചനെ കാണുന്നോ, യേശു എന്തൊക്കെ കാണുന്നതെന്ന് ചോദിക്കാം. അമ്മ ഒന്നും സംസാരിക്കുന്ന. അമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ ധാരയായി കണ്ണുനീര് ഒഴുകുന്നു. ദൈവമക്കളെ, എനിക്ക് അതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റിയത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യതയ്ക്ക് പോകണമെങ്കിൽ ഇത്രമാത്രം ഒരുങ്ങേണ്ടത് ആവശ്യമെന്ന് എനിക്ക് ബോധ്യമായി.
ദൈവമക്കളെ, നമ്മുടെ ഉടായ്പ വേലം കൊണ്ടൊന്നും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ തക്കോണ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് മരുമക്കളും മകളുമായിട്ട് വളരെ ഹാപ്പി ആയിരുന്നു, വളരെ സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചത്. ആ മകനും മരുമകനെന്നുള്ള ഭേദമില്ലാതെയാണ് അമ്മ എല്ലാവരെയും സ്നേഹിച്ചത്. എന്റെ പിതാവ് ചെറിയ ഒരു ദേഷ്യക്കാരനാണ്, നല്ല മനുഷ്യനാണ്, എന്നാൽ ചെറിയ ദേഷ്യമുണ്ട്, പെട്ടെന്ന് കോപിക്കും. എത്ര കോപിച്ചാലും ആ സമയങ്ങളിലൊക്കെ അപ്പന് മുന്നിൽ തിരിച്ച് ഒരു സന്തോഷ മുഖമായിട്ടാണ് എന്റെ മാതാവ് എപ്പോഴും ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മകനുമായിട്ട് സംഭാഷണം നടത്തുന്ന ആദ്യം കാര്യം പറയും, അത് കഴിയുമ്പോൾ അവർ കുശലം പറയും, അത് കഴിയുമ്പോൾ ജോക്കായി തീരും. അങ്ങനെ ഒരു നല്ല ഒരു അനുഭവമായിരുന്നു എന്റെ മാതാവ് 3.5 വർഷക്കാലം ഞങ്ങളോടൊപ്പം ആയിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ദൈവമക്കളെ. പലപ്പോഴും ആ സ്ഥലം നോക്കുമ്പോൾ കാലിയായി കിടക്കുന്നു, കട്ടില് കാലിയായി കിടക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ്. ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് ഇതുവരെ അത് മാഞ്ഞിട്ടില്ല. മായാൻ അല്പസമയങ്ങൾ വേണം, പെട്ടെന്നൊന്നും മായാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, ചെറുപ്പക്കാരായവരുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ നല്ലപോലെ നോക്കണം. അവരെ ഒരിക്കലും അവർക്ക് വേണ്ടിയുള്ളത് എന്തെന്ന് ചോദിച്ചാൽ നല്ല ആഹാരം വേണം, അവർക്ക് സ്നേഹം വേണം, മരുന്ന് വേണം. അതിന്റെ അപ്പുറം അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. വല്ലപ്പോഴും അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. ഞാൻ എന്റെ മാതാവിനെ എപ്പോഴും പുറത്ത് കൊണ്ടുപോകുമായിരുന്നു. മാസത്തിൽ 2 മാസം എത്തുമ്പോൾ ഒന്ന് എന്റെ മാതാവിനെ ഞാൻ പുറത്തൊന്ന് കൊണ്ടുപോയി മാതാവിനെ ഹോട്ടലിൽ ഒന്ന് കയറ്റി അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് അത് ഭയങ്കര സന്തോഷം. ദൈവമക്കളെ, വേറെ ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടിയുള്ളത് ഒരു സ്നേഹം, അവർക്ക് വേണ്ടിയുള്ളത് ഒരു മരുന്ന്, അവർക്ക് വേണ്ടിയുള്ള നല്ല ആഹാരം. അവർ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, എങ്കിലും അത് വാങ്ങിച്ചു കൊടുത്താൽ അത് ഭയങ്കരമായ അനുഗ്രഹങ്ങളാണ്. തലമുറയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കൂ. എന്റെ തലമുറയെ മാതാവിനെ നോക്കുവാൻ എന്റെ തലമുറയെ ദൈവം സഹായിച്ചു. നല്ല രീതിയിൽ ഞങ്ങൾ മാതാപിതാക്കന്മാരെ നോക്കുവാൻ തക്കോണോടിയായി. ദൈവത്തിന് സ്തോത്രം. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഞാൻ നന്ദിയുള്ളവളാണ്. ഞാൻ ജോയ് സിസ്റ്ററോടൊന്നും എന്റെ മാതാവിന്റെ മരണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ദേവദാസി ഇന്നലെ അത് കണ്ടോണ്ടാണ് എന്നെ പെട്ടെന്ന് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള മാതാപിതാക്കന്മാരെ കരുതുവാനുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ സാക്ഷി കൊണ്ടിരുന്നോളും.